അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണുപോയി. ദൈവത്തെ നമസ്കരിക്കുകയാണ് അവർ. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഇപ്പോൾ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. യെശയ്യാവ് കണ്ട ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്കറിയാം. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ ആ സ്വർഗത്തിലെ ആലയത്തെ മുഴുവനായിട്ട് നിറച്ചിരിക്കുകയാണ്. നമുക്കറിയാം വസ്ത്രത്തിൻ്റെ തൊങ്കൽ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിലും കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്ന് വിചാരിച്ച് പുറകിൽ നിന്ന് വന്നിട്ട് ശരീരത്തിൽ ബ്ലീഡിങ് നിൽക്കാത്ത ഒരു സ്ത്രീ, രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഹൃദയത്തിൽ അത് ചിന്തിച്ച് യേശുക്രിസ്തുവിനെ പോയി തൊടുന്നുണ്ട് വിശ്വാസത്താൽ. തൊട്ടപ്പോൾ അവൾ സൗഖ്യമായി. ദൈവത്തിൻ്റെ ശക്തി അവനൊന്ന് പുറപ്പെട്ടു എന്ന് യേശു പറഞ്ഞു. എല്ലാവരും യേശുവിനോട് ചോദിക്കുകയാണ്, ഇത്രയും ആൾക്കാർ നിനക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, പലരും നിന്നെ എന്താ പറയുക തിക്കും തള്ളുവാണ്, പലരും നിന്നെ തൊടുന്നുണ്ട്, നിന്നെ തൊട്ടത് ആരെന്ന് നീ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ആരാ നിന്നെ തൊട്ടത്, എന്താ നീ ഉദ്ദേശിക്കുന്നത്, എത്രയോ പേര് തൊടുന്നുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞൊരു പ്രത്യേക രീതിയിൽ വിശ്വാസത്താൽ തൊട്ട ഒരു വ്യക്തിയുണ്ട്, ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു പോയി. ആ വ്യക്തിയെ കർത്താവ് വിളിച്ചു. മടിച്ചാണെങ്കിലും ആ യഹൂദ പുരുഷന്മാരുടെ ഇടയിലേക്ക് രക്തസ്രവമുള്ള അവരുടെ കാഴ്ചപ്പാട് പ്രകാരം, അവരുടെ അന്നത്തെ കൾച്ചർ പ്രകാരം അൺക്ലീനായ ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ അവളെ തന്നെ വെളിപ്പെടുത്തുന്നു ധൈര്യത്തോടെ. കർത്താവുടെ വിശ്വാസം മാനിക്കുന്നു, കർത്താവളെ അഭിനന്ദിക്കുന്നു. എല്ലാവരും അത് കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എന്ന് പറയുന്നത് എന്താണ്? ദൈവ സാന്നിധ്യത്തിൻ്റെ ചാനലാണ്. സ്വർഗത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ ആ ആലയത്തെ മുഴുവൻ നിറച്ചിരിക്കുന്നു എന്ന് യെശയ്യാവ് കാണുകയാണ്. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതാപം അവിടെയുള്ള സ്വർഗീയ ജീവികൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ മുഖം ചിറകുകൾ കൊണ്ട് മറയ്ക്കുന്നു, കാലുകൾ ചിറകുകൾ കൊണ്ട് മറയ്ക്കുന്നു. അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്കും പവർ ആ ദൈവത്തിന്. അതുകൊണ്ട് അവർ പറക്കുകയാണ് രണ്ട് ചിറകുകൊണ്ട്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ എന്ന് അവർ ഉറക്കെ വിളിച്ച് പറയുകയാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട യെശയ്യാവ്, അവൻ്റെ നെട്ടൽ എത്ര വലുതായിരിക്കും. അവൻ പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാണ്, പാപിയായ മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. എന്ന് വെച്ചാൽ തെറ്റായ വാചകങ്ങൾ വായിൽ നിന്ന് വരുന്ന അശുദ്ധ അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. പ്രവാചകനാണ്, പക്ഷെ അശുദ്ധ അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ഈ വിശുദ്ധി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. നമുക്കറിയാം, നമുക്ക് ഈ റിന്നിൻ്റെയൊക്കെ പരസ്യം വരുമ്പോൾ നല്ല വെള്ള ഷർട്ട് അവർ കാണിക്കും. എന്നിട്ട് ഇതിനു മുമ്പ് വീല് വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് വെച്ചോ കഴുകിയ ഒരു ഷർട്ട്. ഈ രണ്ടും കൂടെ നോക്കുമ്പോൾ മറ്റേത് ആദ്യം നല്ല വെള്ളയായിരുന്നു നമുക്ക് തോന്നും. പക്ഷേ ഈ റിന്ന് കൊണ്ട് വാഷ് ചെയ്ത അത് വെച്ചിട്ട് ഇത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെണ്മ എന്ന് പറയുന്നത് ഇതിനേക്കാളും എത്രയോ അധികമാണ്. അപ്പോൾ ഇത് ഒരുമാതിരി ക്രീം കളറായിട്ടോ അല്ലെങ്കിൽ വെള്ളയല്ലാത്ത ഒരു കളറായിട്ടോ നമുക്ക് തോന്നും. എന്ന് പറയുന്നത് മാതിരിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് അത്രയ്ക്കും ഗ്ലോറിയസാണ്, അത്രയ്ക്കും മഹത്വമുള്ളത്. യെശയ്യാവ് പ്രവാചകനാണ്, അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. പക്ഷേ ആ പ്രവാചകനായ യെശയ്യാവ് അവൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും അവൻ ദൈവസാന്നിധ്യം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അശുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്, അശുദ്ധമായ അധരങ്ങളുള്ള മനുഷ്യനാണ്, അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു തീക്കനൽ കൊണ്ടുവന്ന് അവൻ്റെ നാവിൽ തൊടിച്ചവനെ ശുദ്ധീകരിക്കുകയാണ് ദൈവം. അതൊരു ദർശനമാണ്. അതേമാതിരി പരിശുദ്ധാത്മാവാകുന്ന തീക്കനൽ കൊണ്ട് തൊട്ട് നമ്മളെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്ത് ശുദ്ധീകരിച്ച മാംസളമായ ഹൃദയങ്ങളാക്കി തീർത്തിട്ട് ദൈവം ആ ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം നിറയ്ക്കുകയാണ്. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കാനും മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതിന് ദൈവം അവൻ്റെ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുകയാണ്.
അപ്പോൾ ആ വലിയ ദൈവസാന്നിധ്യം, യെശയ്യാവ് കണ്ട ദൈവസാന്നിധ്യം ഒരു വ്യക്തിയുടെ അകത്തോട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? അത് എന്തൊരു മർമ്മമാണ് അത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഒരു വലിയ മർമ്മമാണ്. ആ മർമ്മം ഇനി ജാതികളിലേക്കും കൂടെ വ്യാപരിച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അന്യജാതിക്കാർ, ദൈവമായിട്ട് ഒരു ഉടമ്പടി ഇല്ലാത്തവർ, ഒരു ബന്ധമില്ലാത്തവർ, ദൈവത്തിൻ്റെ ശാപത്തിനും കോപത്തിനും കീഴിലായിരിക്കുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, യഹൂദന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് യാതൊരു ചാൻസും ഇല്ല കർത്താവിൻ്റെ കൂടെ ഇരിക്കാനോ അവൻ്റെ വിശുദ്ധന്മാരായിരിക്കുന്ന അബ്രഹാം, ഇസാക്ക്, യാക്കോബിൻ്റെ കൂടെ ഇരുന്ന് ആ മേശയിൽ നിന്ന് കഴിക്കാനോ. അങ്ങനെയുള്ള ആളുകൾ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ എത്രയോ കാറ്റഗറീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. യഹൂദന്മാരുടെ പുരോഹിതനുണ്ട്, അവന് ഏറ്റവും അകത്തെ, ആ ആലയത്തിൻ്റെ ഏറ്റവും അകത്തെ സ്ഥലത്ത് വർഷത്തിലൊരിക്കലേ പോകാൻ പറ്റുള്ളൂ. യഹൂദന്മാരുടെ പുരോഹിതന്മാരുണ്ട്, അവർക്ക് ആ കർട്ടൻ്റെ പുറത്തുള്ള സ്ഥലത്ത് ശുശ്രൂഷകൾ ചെയ്യാം, പക്ഷെ അവർക്ക് ഏറ്റവും അകത്തെ സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. ആ യഹൂദന്മാരുടെ ആലയത്തിൻ്റെ ഏറ്റവും അകത്തെ സ്ഥലത്ത് ഇരുട്ടാണ്. അപ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു പണ്ട്, അത് ഇരുട്ട് അവിടെ പാപത്തെയാണ് കാണിക്കുന്നത്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ യോഹന്നാൻ വേർതിരിച്ച് പലപ്പോഴും കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഇരുട്ട് അവിടെ പാപത്തെയാണ് കാണിക്കുന്നത്, എന്നിട്ട് പാപത്തിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതായിട്ട് അവിടെ കാണിക്കുന്നത്. അത് എന്താ പറയുക, അതൊരു ശുദ്ധ മണ്ടത്തരാണ്. അതൊരിക്കലും വിശ്വസിക്കരുത് കേട്ടോ. ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഇരുട്ടാണ്, ശരിയാ. അവിടെ പ്രകാശം ഉണ്ടാക്കാനായിട്ട് ഒരു ബൾബോ ലൈറ്റോ വെക്കാൻ അവർ സമ്മതിക്കില്ല, അത് ശരിയാ. പക്ഷേ ആ ഇരുട്ട് പാപത്തിൻ്റെ പ്രതീകമല്ല. ആ ഇരുട്ടിലേക്ക് ദൈവ സാന്നിധ്യം വന്ന് ഇങ്ങനെ പ്രകാശിക്കുന്ന ഇരുട്ട് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പറയുന്നതൊന്നും അവിടെ ഇല്ല. വാസ്തവത്തിൽ പറഞ്ഞാൽ ആ ആലയത്തിൻ്റെ ഏറ്റവും അകത്തെ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരു വെളിച്ചം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി, പുതിയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ദൈവമാണ് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ വെളിച്ചം, വെളിച്ചങ്ങളുടെ പിതാവ് എന്നാണ് അവനെ വിളിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ ദർശനം എന്ന് വെച്ചാൽ സ്വർഗമല്ല, ഭൂമിയിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേമിൻ്റെ ദർശനം നമ്മൾ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ ചന്ദ്രനും സൂര്യനും മറ്റ് വെളിച്ചങ്ങളൊന്നുമില്ല. കർത്താവാണ് അവിടുത്തെ വെളിച്ചം. അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ തേജസ്സുള്ള വെളിച്ചമാണ്. അപ്പോൾ അവിടെ പിന്നെ വേറെ വെളിച്ചങ്ങൾ വെക്കേണ്ട കാര്യമുണ്ടോ? അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യഹൂദന്മാർ ആ അതിവിശുദ്ധ സ്ഥലത്ത് വേറെ ലൈറ്റും ബൾബും ഒന്നും വയ്ക്കാത്തത്. ഇനി വിശുദ്ധ സ്ഥലം, ആ വിശുദ്ധ സ്ഥലത്താണ് പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നത്. അവർക്ക് അതുവരെ പോകാനുള്ള പ്രവേശനമേ ഉള്ളൂ, അതുവരെ പോകാനുള്ള അധികാരമേ ഉള്ളൂ. യഹൂദന്മാരുടെ പുരുഷന്മാരാണ് പിന്നെ അടുത്ത കൂട്ടം. അവർക്കും പുറത്താണ് സ്ത്രീകളും കുട്ടികളും. ഇതിനും പുറത്താണ് അന്യജാതിക്കാർക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം. ഇതിനും പുറത്താണ് കുരുടർ, മുടന്തർ, ചെകിടർ, അങ്ങനെയുള്ള ആളുകൾ, അന്ധർ ഭിക്ഷയാചിക്കുന്ന സ്ഥലം. അതിനും പുറത്താണ്, അവരുടെ പട്ടണത്തിനും പുറത്താണ് കുഷ്ഠരോഗം ബാധിച്ചവരുടെ സ്ഥലം. ഇത് വിശുദ്ധിയുടെ ഏറ്റക്കുറച്ചിൽ പ്രകാരമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വിശുദ്ധി എന്ന് പറയുന്നത് ആലയത്തിൻ്റെ ഏറ്റവും നടുക്കാണ്. അവിടെയാണ് യഹൂദന്മാരുടെ മഹാപുരോഹിതൻ പോകുന്നത്. അവനും അവൻ്റെ പാപത്തിനും ജനങ്ങളുടെ പാപത്തിനും ശുശ്രൂഷ ചെയ്തിട്ട് ഒരു ആടിനെ അല്ലെങ്കിൽ മാടിനെ കൊന്നിട്ട് അതിൻ്റെ രക്തവും കൊണ്ടാണ്, ഒരു ബലി കഴിച്ചിട്ടാണ് അവൻ പോകുന്നത്. കാരണം അവന് ഉറപ്പില്ല, അവൻ്റെ പാപക്ഷമ എന്ന് പറയുന്ന കാര്യം ദൈവം കൊടുത്തില്ലെങ്കിൽ അവനും തട്ടിപ്പോകും, അവൻ്റെ ജനത്തിന് മേലെ ദൈവത്തിൻ്റെ കോപം വരും. ആ വലിയ തേജസ്, ആ മഹാ തേജസ് ഒരു വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് വ്യാപരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതിനേക്കാളും അകത്തെ അല്ലെങ്കിൽ ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കർത്താവായ യേശു ക്രിസ്തു പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ആലയത്തിൻ്റെ കർട്ടൻ രണ്ടായി മുകളിൽ നിന്ന് താഴേക്ക് കീറി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടപ്പോൾ അത് കാണിച്ചത് ക്രിസ്തു ആകുന്ന ശരീരത്തിൽ കൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ഏറ്റവും അകത്തെ സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വർഗത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവം നമുക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയിലൂടെ ദൈവം പ്രവേശനം തന്നിരിക്കുകയാണ് എന്നാണ്.
ഇതെന്ന് പറഞ്ഞാൽ ഒരു മിറർ ഇമേജ് അല്ലെങ്കിൽ ഒരു റെപ്ലിക്ക മാത്രമാണ് യഹൂദന്മാരുടെ ആലയം. അതിൽ തന്നെ ഇത്രയും വിശുദ്ധിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ യഥാർത്ഥ സ്ഥലത്ത് എത്രത്തോളം പരിശുദ്ധിയായിരിക്കും. ആ സാന്നിധ്യം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വ്യാപരിച്ചാൽ, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വ്യാപരിച്ചാൽ, ഒരു കൂട്ടായ്മയ്ക്കകത്ത് വ്യാപരിച്ചാൽ അതിൻ്റെ ശക്തി എന്തായിരിക്കും, അതിൻ്റെ തേജസ് എന്തായിരിക്കും. അപ്പോൾ പൗലോസ് പറയാണ്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനം, ഒരു ബിൽഡിങ്ങിൻ്റെ അടിസ്ഥാനം, ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം, ഞാൻ പറഞ്ഞില്ലേ, ഒരു കെട്ടിടത്തിൻ്റെ ഉപമയും പിന്നെ ആലയത്തിൻ്റെ ഉപമയും രാജ്യത്തിൻ്റെ ഉപമയും ഒരു കുടുംബത്തിൻ്റെ ഉപമയും ഒക്കെയാണ് പൗലോസ് ഈ ആദ്യത്തെ 3-4 അധ്യായങ്ങളിൽ ഉപയോഗിക്കുന്നത്. 4-ാം അധ്യായത്തിൽ ശരീരത്തിൻ്റെ ഉപമ കൊണ്ടുവരും. അത് വളരെ രസമാണ്. അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അടുത്തൊരു തലത്തിലേക്ക് വരുന്നത് പോലെ നമുക്ക് തോന്നും. നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവാലയത്തിനകത്ത്, ആ ദൈവാലയമാകുന്ന കെട്ടിടത്തിനകത്ത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അവരുടെ ഉപദേശം, അവർ എന്ന് പറയുന്ന വ്യക്തികൾ, അതാണ് അടിസ്ഥാനം. യേശുക്രിസ്തുവാണ് അതിൻ്റെ മൂലക്കല്ല്. നമ്മൾ ഓരോരുത്തരും കൊച്ചു കൊച്ചു ആലയങ്ങളാണ്. എല്ലാവരുടെയും അകത്ത് ആ സെയിം ക്രിസ്തു വ്യാപരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദൈവാലയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. പാപമൊന്നുമില്ല, പാപമൊക്കെ ക്ഷമിച്ചു, നമ്മൾ അതുകൊണ്ട് വിശുദ്ധരാണ്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾ എന്ന് വെച്ചാൽ, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് പാപമോചനം പ്രാപിച്ച് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ യഹൂദന്മാരെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് കീഴിലാക്കി വെച്ച, ആ ബ്ലാങ്കറ്റിന് കീഴിലാക്കി വെച്ച അവസ്ഥയിൽ നിന്ന് ആ ബ്ലാങ്കറ്റ് ഒന്ന് പൊക്കി നോക്കി കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പത്രോസിൻ്റെ കൂടെ, പൗലോസിൻ്റെ കൂടെ വന്ന ആളുകൾ, അന്യജാതിക്കാരിൽ നിന്നും ഈ അവസരം മുതലെടുത്ത് വന്ന അനേകം പേര്, കൊർന്നേലിയസിൻ്റെ ഭവനക്കാർ പോലെ, ഇവരെല്ലാവരും കൂടെ, പിന്നെ എഫെസോസിലുള്ള ഈ വിശ്വാസികളെല്ലാവരും കൂടെ, അന്യജാതികളിൽ നിന്ന് വന്നവരുണ്ട്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുണ്ട്, ഇവരെല്ലാവരും കൂടെ ഒരു ആലയം, ദൈവത്തിൻ്റെ ഒരു ആലയമാണത്. ആ ആലയത്തിനകത്ത് ദൈവ തേജസ് വ്യാപരിക്കുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. ഈ മർമ്മം പൗലോസിന് വെളിപ്പെട്ട് കിട്ടി. ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ പൗലോസ് മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആളുകൾ പിന്നെ യഹൂദ മത ആചാരപ്രകാരം, കാരണം ആ മത ആചാരപ്രകാരമുള്ള മുഴുവൻ ടീമിനെയും ദൈവം ഓൾറെഡി ശാപത്തിന് കീഴിലാക്കി വെച്ചിരിക്കുകയല്ലേ. ആ ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യം വന്നോ? ഇല്ല. ആ ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇല്ല. അവർക്ക് പാപമോചനം ഉണ്ടോ? ഇല്ല. അപ്പോൾ ശാപത്തിന് കീഴിലായിരിക്കുന്ന ആ കൂട്ടത്തിലേക്ക് വീണ്ടും ഒരാൾ പോവുകയാണെങ്കിൽ അതിനുവേണ്ടി പരിച്ഛേദന ഏൽക്കുന്നു, അതിനുവേണ്ടി ശബത്ത് ആചരിക്കുന്നു, അതിനുവേണ്ടി അവരുടെ യഹൂദ മതപ്രകാരമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു, അതിനുവേണ്ടി അവരുടെ ഉത്സവങ്ങൾ ആചരിക്കുന്നു, അവരുടെ മതത്തിൽ ചേരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നതിന് സമമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ അവഹേളിക്കുന്നതിന് സമമാണ്. അത് ദൈവത്തെ കളിയാക്കുന്നതിന് സമമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇവരോട് പറയുന്നത്, ഈ മർമ്മത്തിന് വേണ്ടി ഞാൻ യഹൂദന്മാരിൽ നിന്ന് കഷ്ടം സഹിക്കുകയാണ്. യഹൂദന്മാരെല്ലാവരും വന്ന് പൗലോസിനെ കുറ്റം വിധിക്കുക. പൗലോസിനോട് പറയാണ്, പൗലോസേ, മോശയുടെ ന്യായപ്രമാണം പ്രകാരമല്ലേ കാര്യങ്ങൾ നടക്കേണ്ടത്, അതിന് പ്രകാരം അല്ലേ നീ എല്ലാവർക്കും ഉപദേശം കൊടുക്കേണ്ടത്. നീ ന്യായപ്രമാണമൊക്കെ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചൊരു വ്യക്തിയല്ലേ. ഈ അന്യജാതിക്കാരായിരിക്കുന്ന വ്യക്തികൾ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ അവർ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം, അവർ കൊലപാതകം ചെയ്യാൻ പാടില്ല, വ്യഭിചാരം ചെയ്യാൻ പാടില്ല, അവർ അന്യദേവന്മാരെ ആരാധിക്കാൻ പാടില്ല, അവർ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ പാടില്ല. ഇതൊക്കെ നീ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും, പിന്നെ രക്തത്തോടുകൂടെ മാംസം കഴിക്കാൻ പാടില്ല, ഇതൊക്കെ നീ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും, അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നതെങ്കിലും അവർ പരിച്ഛേദനയും കൂടെ ഏൽക്കണ്ടേ. പരിച്ഛേദന ഏറ്റ് അവർ ശബത്ത് ആചരിച്ച്, ഉത്സവങ്ങൾ ആചരിച്ച്, യഹൂദന്മാർക്ക് മാത്രം കഴിക്കാൻ പാടുള്ള ആഹാരങ്ങൾ കഴിച്ച്, യഹൂദ ആലയത്തിലെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അങ്ങനെയല്ലേ ജീവിക്കേണ്ടത്. എന്നാൽ പൗലോസ് അവരോട് പറയാണ്, നിങ്ങളുടെ ആ ആലയം മൊത്തവും, നിങ്ങളുടെ ആ സിസ്റ്റം തന്നെയും ശാപത്തിന് കീഴിലായിപ്പോയി. കർത്താവായ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നു. അവനാ ദൈവത്തിൻ്റെ ആലയം. അതിനുശേഷം ദൈവത്തിൻ്റെ സാന്നിധ്യം, സ്വർഗവും ഭൂമിയും ഒരുമിച്ച് വരുന്ന ആ സ്ഥലം, കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ റെപ്രസെൻറ്റേറ്റീവായി മരിച്ചു എന്ന് ഞാൻ പറഞ്ഞു.
മാനവരാശിയുടെ റെപ്രസെൻറ്റേറ്റീവായി മരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവൻ ദൈവം കൂടിയാണ്. ദൈവപുത്രൻ